ഇപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ മാധ്യമങ്ങളോട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി മുന്നൊരുക്കങ്ങളുമായി പാർട്ടി മുന്നോട്ട് നീങ്ങി വരികയാണ്. അതിൻ്റെ മുന്നോടിയായി ജില്ലാതലത്തിലുള്ള സ്പെഷ്യൽ കൺവെൻഷൻസ് ഏറെ ജില്ലകളിലും നടന്നു കഴിഞ്ഞു. ഇനി 1, 2, 3 ജില്ലകളിൽ മാത്രമേ ബാക്കി വരുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച മാർഗ്ഗരേഖ പ്രത്യേകമായി ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകി എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന് പാലിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളുടെ വിശദമായ രൂപരേഖ തന്നെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് ജില്ലാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമിതികൾക്ക് രൂപം നൽകും. കോർപ്പറേഷൻ അടിസ്ഥാനത്തിലുള്ള സമിതികൾക്കും അതേ സമയം തന്നെ രൂപം നൽകും. പിന്നീട് മുനിസിപ്പൽ തലത്തിലുള്ള സമിതികൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ മുൻനിർത്തിയുള്ള നിയോജകമണ്ഡല അടിസ്ഥാനത്തിലുള്ള സബ് കമ്മിറ്റികൾ, മണ്ഡലം സബ് കമ്മിറ്റികളൊക്കെ വളരെ ദ്രുതഗതിയിൽ തന്നെ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടത്തി വന്ന ചില ജില്ലകളിലെ വാഹന പ്രചരണ ജാഥ നാളെ 2 ജില്ലകളിൽ തീരും. ഇനി തുടങ്ങാനിരുന്ന ജില്ലകളിൽ അത് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വളരെ സജ്ജമായി പാർട്ടി മുന്നോട്ട് നീങ്ങുന്നു. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനത്തെ മുൻനിർത്തിയുള്ള സമ്മേളനം നാളെ 6-ാം തീയതി എറണാകുളത്ത് നടത്തുന്നു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ A.K. ആൻ്റണി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മറ്റ് ഘടകകക്ഷികളുടെ എല്ലാ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുന്ന സമ്മേളനം കേരളത്തിലെ UDF പ്രവർത്തനം മുന്നോട്ട് നീക്കുന്നതിൻ്റെ നല്ലൊരു തുടക്കമായിരിക്കും. അല്ല, അത് വളരെ വേഗത്തിൽ സമയബന്ധിതമായി തന്നെ തീർക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ 6-ാം തീയതി കൺവെൻഷൻ കഴിഞ്ഞാൽ UDF കൺവീനർ ഇന്നലെ സംസാരിച്ചത് UDFൻ്റെ നേതാക്കളുടെ യോഗം 7-ന് ചേരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊന്നും ഒരു പ്രശ്നം വരും തോന്നുന്നില്ല. അതൊക്കെ വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഈ ഘടകകക്ഷികൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സീറ്റുകൾ ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇതിന് പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേക ഫോർമുല വല്ലതും? അല്ല, ഫോർമുലകൾ സ്വാഭാവികമായി നമുക്കറിയാം. ഓരോ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും അതിൻ്റേതായ ചില രീതികളുണ്ടല്ലോ. ഇതൊരു പുതിയ സംഗതി അല്ല. കാലങ്ങളായി സ്വീകരിച്ചു വരുന്നൊരു രീതിയുണ്ട്. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പൊതുവായി ചർച്ച ചെയ്യുകയും പിന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, ഇതൊന്നൊരു പ്രശ്നമല്ല. പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. അതൊക്കെ അതിൻ്റേതായ സ്വാഭാവികമായ രീതി എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ മതി. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സുഗമമായ സീറ്റ് ഷെയറിംഗ് പ്രോസസ്സ് ഭംഗിയായി നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയത്തിലേക്ക് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യം മുന്നോട്ട് നീക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെ റിപ്പോർട്ടുകൾ വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ഐക്യജനാധിപത്യ മുന്നണി അതിൻ്റേതായ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ മത്സരിക്കുക എന്നുള്ളതാണ് രീതി. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലെ ഒരുക്കങ്ങളെ സംബന്ധിച്ചാണ് കെ.പി.സി.സി പ്രസിഡന്റ് പറഞ്ഞത്.